ജസ്റ്റ് ഒരു ക്വിക്ക് അപ്ഡേറ്റ്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലോ പേപ്പറിൻ്റെ വെരിഫൈഡ് കോപ്പീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്റ്റുഡൻസ് തന്നെ അപ്ലൈ ചെയ്ത. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഞാൻ കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോവാണ്. വെർബൈ ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് നിങ്ങൾ ഉള്ള ലെവൽ ഓഫ് നോളജ് വെച്ചിട്ട് ഈ പോയിൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. വി ആർ നോട്ട് സെയിങ് പുതിയ ടോപ്പിക്സ് പഠിക്കുക കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളുള്ള ലെവൽ ഓഫ് നോളജ് വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് വീഡിയോ ഈസ് ഫോർ ബോത്ത് ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസ്. ആകെ ഒരു MCQ ഏരിയ മാത്രം പറഞ്ഞത് ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിന് മാത്രമുള്ളതാണ്. ബാക്കി എല്ലാ ടോപ്പിക്സും കോമൺ ആയിട്ട് ലോ പേപ്പർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സാണ്. എനിക്ക് കഴിഞ്ഞ എക്സാമിൽ തന്നെ കുറച്ച് സ്റ്റുഡൻസ് മെസ്സേജ് അയച്ചിട്ട് അവർ വിചാരിച്ചതിനേക്കാൾ വളരെ കുറവ് മാർക്കാണ് അവർക്ക് കിട്ടിയെന്നുള്ളത്. ഇൻഫാക്ട് CA ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിൽ ചില സ്റ്റുഡൻസ് അവർ MCQ ഏരിയ ഇവാലുവേറ്റിന് ചെയ്തിട്ടില്ല എന്നുള്ളത് ആ രീതിയിൽ വരെ ഡൗട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഫസ്റ്റ് സ്റ്റെപ്പിനായിട്ട് പറയാറ് നിങ്ങൾ വെരിഫൈഡ് കോപ്പീസിന് അപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ICAൻ്റെ സൈഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ട് പോവും. ഓർ ഇനി ICAൻ്റെ സൈഡിൽ മിസ്റ്റേക്ക് ഒന്നും പറ്റിയിട്ടില്ല, അറ്റ്ലീസ്റ്റ് ദ സെക്കൻഡ് ബെനിഫിറ്റ് ഇസ് നമുക്ക് നമ്മളെ മിസ്റ്റേക്സ് അടുത്ത എക്സാമിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലോ പേപ്പറിൽ ഏറ്റവും ബേസിക്കായിട്ട് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദിസ് ഇസ് ആപ്ലിക്കബിൾ ഫോർ ലോ ആസ് വെൽ ആസ് ടാക്സ്. ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിൻ്റെ കേസിൽ ടാക്സിന് ആപ്ലിക്കബിൾ ആണ്. അമെൻമെൻറ്റ്സ് നിങ്ങൾ അപ്ഡേറ്റഡ് ആണ് എന്നുള്ള ഉറപ്പ് വരുത്തുക. അമെൻമെൻറ്റ്സ് ICAയുടെ ഒരു ഫേവറേറ്റ് ഏരിയയാണ്. അവരായിരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുക തന്നെ ചെയ്യും. വിച്ച് ഈ അറ്റംപ്റ്റിലേക്ക് സെപ്റ്റംബർ എക്സാമിലേക്ക് നമുക്ക് അമെൻമെൻറ്റ്സ് ഒന്നുമില്ല. സോ ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. ആൻഡ് ലോ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് അറ്റംപ്റ്റ്സ് ആയിട്ട് നമുക്ക് കാര്യമായിട്ട് അമെൻമെൻറ്റ്സ് ഒന്നുമില്ല. വളരെ ചെറിയ അമെൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളായിരുന്നു, വിച്ച് മേക്സ് ഇറ്റ് ചാലഞ്ചിങ് ആസ് വെൽ. അപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് മാത്രം നോക്കിയാൽ പോരാ, കഴിഞ്ഞ കുറച്ച് അറ്റംപ്റ്റിൽ അമെൻമെൻറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. വിച്ച് ICA ഒന്നെങ്കിൽ സെപ്പറേറ്റ് മെറ്റീരിയൽ ആയിട്ട് ICAയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ RTPയിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ക്വസ്റ്റ്യൻസിന് മുന്നേ അമെൻമെൻറ്റ്സ് എന്താണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ് പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സീരീസ് ഞാൻ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ മേക്ക് ഷുവർ നിങ്ങളത് അപ്ഡേറ്റഡ് ആണ് എന്നുള്ളത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് റിഗാർഡിങ് അമെൻമെൻറ്റ്സ്. സെക്കൻഡ് തിങ്, ലീഗൽ ലാംഗ്വേജ് റിപ്പീറ്റഡ്ലി ഞാൻ ക്ലാസ്സിലും പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ലോ നമുക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഈവൻ ദോ ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് RTP MTPയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിറ്റോ പ്രൊവിഷൻ കോപ്പി പേസ്റ്റ് ആണ്. അത് ICA അങ്ങനെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുള്ളൂ. ദേ വിൽ ഷോ യു ദ ബെസ്റ്റ്. ഇതാണ് ഏറ്റവും ബെസ്റ്റ്, അങ്ങനെ ചെയ്താൽ അത്രയും നല്ലത്. പക്ഷേ എക്സാമിനേഴ്സ് നിങ്ങളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ എഴുതാം, കീവേഡ്സ് വരണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടുള്ളതാണ്. അനദർ ഫാക്ടർ ദാറ്റ് ഐ വാണ്ട് ടു അഡ്രസ് നൗ ഇസ് ചാലഞ്ചിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ലോ പേപ്പർ മാർക്സ് സ്കോർ ചെയ്യാൻ. സോ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ പണ്ട് നല്ല പ്രാക്ടീസസ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ മാക്സിമം ഇപ്രാവശ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. അതായത് നിങ്ങളെ കീവേഡ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. സോ ദാറ്റ് ഇവാലുവേറ്ററിന് പണി എളുപ്പമായി. എസ്പെഷ്യലി അവർ കറക്റ്റ് ചെയ്യണം, അത്രയും അവർക്ക് കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറഞ്ഞ ടൈമിൽ അവർക്ക് നിങ്ങൾ തന്നെ കാണിക്കുകയാണ് ഈ കീവേഡ്സ് കാര്യങ്ങൾ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവരെ അറ്റൻഷൻ അതിലേക്ക് വരും. നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസസും ഉണ്ട് അവിടെ. ഇത് പറയുമ്പോൾ തന്നെയാണ് നിങ്ങൾ എന്തെങ്കിലും ആൻസർ ഷീറ്റിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടെങ്കിൽ അത് കട്ട് ചെയ്യണ പാറ്റേണോ അത് എൻറ്റയർ സ്ക്രിബിൾ ചെയ്യാതെ ഒറ്റ വെട്ടി കഴിഞ്ഞാൽ സെയിം സൈക്കോളജി ഓവർ ദെയർ. നിങ്ങൾ കുറേ സ്ക്രിബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് അവരുടെ അറ്റൻഷൻ പോകും അങ്ങോട്ടാണ്. നിങ്ങളായിട്ട് അവരെ പുള്ള് ചെയ്യാണ്. സാറേ നോക്കി, ഞാൻ ഈ ഏരിയയിൽ കുറച്ച് വീക്കാണ്, അവിടെ ഞാനിങ്ങനെ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങളായിട്ട് അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഒറ്റ വെട്ട് സോ ദാറ്റ് ആസ് എ ഹോൾ പേപ്പർ കാണുമ്പോൾ അത് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ ആ മിസ്റ്റേക്കുള്ള കാര്യങ്ങൾ വെട്ടി എന്നുള്ളത് എവിഡൻ്റ് ആവുകയും ചെയ്യും. ദാറ്റ് വാസ് അനദർ ആസ്പെക്ട്. തേർഡ്, സെക്ഷൻസ് കോട്ട് ചെയ്യണോ? ആസ് സച്ച് CA ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റർമീഡിയറ്റ് ലെവൽ സെക്ഷൻസ് കോട്ട് ചെയ്യൽ കമ്പൽസറി അല്ല. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി സബ്സെക്ഷൻസിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കും വേണ്ട. പക്ഷേ കേസ് ലോൻ്റെ പേരുകൾ ഒരു ടോപ്പിക്ക് ഇഫ് യു നോ ദാറ്റ് അത് റൂൾസിലാണ് പറയണതെങ്കിൽ റൂൾസ് എന്നുള്ള മെൻഷൻ ചെയ്യാം. ഓർ ഒരു ടോപ്പിക്ക് സർക്കുലറിലാണ് പറയുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെഗുലേറ്ററി ബോഡിയാണ് പറയുന്നത്, അതോറിറ്റിയാണ് പറയുന്നത് എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യേണ്ടത് നല്ലതാണ്. സെക്ഷൻ നമ്പർ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ 100% ഷുവർ ആണെങ്കിൽ കോട്ട് ചെയ്യാം. ബിക്കോസ് ഐ ഹവ് സീൻ ആൻസർ ഷീറ്റ്സ് വെയർ ബൈ CA ഫൗണ്ടേഷൻ്റെ ഒരു ആൻസർ ഷീറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. സെക്ഷൻ 8 കമ്പനിയുടെ ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ 8 കമ്പനിയുടെ ക്വസ്റ്റ്യൻ എന്നിട്ട് ആ കുട്ടി ആൻസർ സ്റ്റാർട്ട് ചെയ്ത് ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 8 കമ്പനി നോട്ട് ഫോർ പ്രോഫിറ്റ് ചാരിറ്റി. സെക്ഷൻ നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കോട്ട് ചെയ്യാം. അത് ആഡഡ് ഇംപ്രഷനാണ്. ഇതേപോലെ ഇപ്പോൾ CA ഇൻ്റർമീഡിയറ്റിൽ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് കോമൺ ആയിട്ടുള്ള സംഭവമാണ് സ്മോൾ കമ്പനിയുടെ റൂൾസ്. ആക്ടിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബിസൈഡ്സ് ദാറ്റ് റൂൾസിൽ ആണ് 4 crore 40 crore എന്ന് പറഞ്ഞത്. അപ്പോൾ അത് റൂൾസിലാണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യുക.
ഓർ സി എ ഇൻ്റർമീഡിയറ്റിൽ ഫെമേൽ ഫോർ എക്സാമ്പിൾ ഒരാൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്നൊക്കെ നമ്മൾ ക്രൈറ്റീരിയ ഒക്കെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഇന്ത്യക്ക് പുറത്ത് പോയി അങ്ങനെ വന്നു കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്റ്റഡീസിന് വേണ്ടി പുറത്ത് പോയ ആർ ബി ഐയുടെ സർക്കുലറിൽ പറയുന്നുണ്ട് PROA ആണ് എന്നുള്ളത്. സോ ഇഫ് യു നോ ദറ്റ് അത് RBIയുടെ സർക്കുലറിലാണ് പറയണത് അത് മെൻഷൻ ചെയ്യുക. ഇറ്റ് ഈസ് ബെറ്റർ, ഒരു ആഡഡ് ഇംപ്രഷനാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം സെക്ഷൻ നമ്പേഴ്സ് കമ്പൽസറി അല്ല, ഉറപ്പാണെങ്കിൽ മാത്രം കോട്ട് ചെയ്യാം. ലോൻ്റെ ഇപ്പോൾ റീസെൻറ്റ് ട്രെൻഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് അറ്റംപ്റ്റ് ആയിട്ട് നമ്പർ ഓഫ് സെക്ഷൻസ് കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടി മാർക്സ് കുറച്ച്. പണ്ട് ഹൈ മാർക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് കുറഞ്ഞ മാർക്സ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടെങ്കിൽ ഐ കം ടു പ്രസൻറ്റേഷൻ, കേസ് സ്റ്റഡി എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ, അതൊക്കെ ഇത്രയും ക്വസ്റ്റ്യൻസിൽ അത്ര മിസ്റ്റേക്സ് വരുത്തുകയാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യുക, വൺ ആസ്പെക്ട്. സെക്കൻഡ് ആസ്പെക്ട്, നമ്മൾ ആസ് കമ്പയർഡ് ടു പ്രാക്ടിക്കൽ പേപ്പേഴ്സ് അക്കൗണ്ട്സിലൊക്കെ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റിലെ ടാക്സ് ആവട്ടെ, കോസ്റ്റിംഗ് ആവട്ടെ, വർക്കിംഗ് നോട്ട്സ്, സ്റ്റെപ്സ്, ഒരു ഫിക്സഡ് പാറ്റേൺ ഉണ്ട്. ലോയിൽ നമുക്ക് അങ്ങനെ ഒരു പാറ്റേൺ ഇല്ല. നമ്മളൊരു 10 കുട്ടികളെ ആൻസർ ഷീറ്റ് നോക്കിയാൽ 10 പേര് 10 രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ പ്രൊവിഷൻ, ഫാക്ട്, അനാലിസിസ്, കൺക്ലൂഷൻ, ദാറ്റ് ഈസ് ദെയർ. ബിസൈഡ്സ് ദാറ്റ് വൺ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, അതെല്ലാ സബ്ജക്റ്റിനും ആപ്ലിക്കബിൾ ആണ്, നിങ്ങൾ 100 മാർക്സിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം 40-45 മാർക്സൊക്കെ കിട്ടിയ സ്റ്റുഡൻസ് ഓർ കുറഞ്ഞ മാർക്സിന് പാസ്സാവാത്ത 38, 37, അവിടെയൊക്കെ പിന്നെ ഇത് ഇത്രയും ചാലഞ്ചിങ് ഫാക്ടേഴ്സ് വരുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മാർക്സ് സ്കോർ ചെയ്യാനുള്ള ചാൻസ് കൂടണമെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടണം. അപ്പോൾ അവിടെ ടൈം മാനേജ്മെൻറ്റ്, 1 മാർക്കിന് 1.8 മിനിറ്റ്, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 9 മിനിറ്റ്സ്, അതിലേക്ക് മാക്സിമം നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. and ഇതൊക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം അത്രയും നമ്മൾ അവിടെയുള്ള സ്കില്ല് ഇമ്പ്രൂവ് ആവുള്ളൂ. 100 മാർക്സിന് അറ്റൻഡ് ചെയ്യാൻ നോക്കുക, അങ്ങനെ നമ്മൾ മാർക്സ് കൂട്ടാൻ നോക്കുക. അത് CA ഇൻ്റർമീഡിയറ്റിലുള്ളൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ MCQ ഉണ്ട് 30 മാർക്സിൻ്റെ, വേർബൈ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. MCQൻ്റെ ഒരു ബെനിഫിറ്റ്, എഴുതിയ ഫുൾ മാർക്ക്, കറക്റ്റ് കിട്ടിയ ഫുൾ മാർക്ക്, അല്ലെങ്കിൽ 0. നോട്ട് ലൈക്ക് ഡിസ്ക്രിപ്റ്റീവിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതിയാൽ ചിലപ്പോൾ 3 കിട്ടും, 4 കിട്ടും, അങ്ങനെയല്ല. MCQയിൽ ഒരു ആൻസേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ MCQ എങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ടിപ്സൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൗ ടു പ്രസൻറ്റ് ലോ പേപ്പർ എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. റിക്വയർമെൻറ്റ് ആദ്യം വായിച്ചിട്ട് സ്റ്റോറി വായിക്കുക. ഇപ്രാവശ്യത്തെ RTP ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. അതായത് സ്റ്റോറി ഒന്നും വായിക്കാതെ ഡയറക്റ്റ് MCQ ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ ആൻസർ കിട്ടും. ആ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ടൈം കുറേ സേവ് ചെയ്യാം. ഇമാജിൻ MCQയിൽ നിങ്ങൾക്ക് 25 സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മിനിമം, പിന്നെ ബാക്കി 70 മാർക്സ് നിങ്ങൾക്ക് ഒരു 25-30 അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് 35 സ്കോർ ചെയ്യാൻ പറ്റിയാൽ തന്നെ യു ആർ ഓൾറെഡി ഇൻ ദി എക്സംഷൻ ലെവലിൽ. മാർക്സിൻ്റെ കേസിൽ MCQs ലെങ്തി ആവുന്നുണ്ട്, അത് ടാക്സിലും മറ്റ് സബ്ജക്ട്സിലും ചാലഞ്ചിങ് ആവുന്നുണ്ട്, ലോയിലും ലെങ്തി ആവുന്നുണ്ട്. ബട്ട് ഈ ഫാക്ടർ മൈൻഡിൽ വെക്കുക, റിക്വയർമെൻറ്റ് വായിച്ചിട്ട് സ്റ്റോറി വായിക്കുക, നിങ്ങൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാം. അതിന് സ്റ്റോറി വായിച്ചിട്ട് പിന്നെ റിക്വയർമെൻറ്റ് വായിക്കുമ്പോൾ അവർ റിക്വയർമെൻറ്റ് വേറെ എന്തോ സാധനം ചോദിച്ചത്, നിങ്ങൾ ആ ഏരിയ ഫോക്കസേ ചെയ്തിട്ടില്ല, വീണ്ടും സ്റ്റോറി വായിച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്ന ടൈം വരും, സിനാരി വരും. ദാറ്റ് വാസ് വൺ ആസ്പെക്ട് ഓഫ് ദ റിഗാർഡിംഗ് MCQ. കേസ് സ്റ്റഡി വി ഹാഡ് മെൻഷൻ പ്രൊവിഷൻ, ഫാക്ട്, അനാലിസിസ്, കൺക്ലൂഷൻ. ഓൾവേസ് സ്റ്റാർട്ട് ആൻസർ വിത്ത് നെയിം എന്താ പറയുന്നത്, പ്രൊവിഷൻ എന്താ പറയുന്നത്, ഫാക്ട് ക്വസ്റ്റ്യൻ്റെ സമ്മറിയാണ്, അത് ടൈം ഉണ്ടെങ്കിൽ മാത്രം എഴുതുക. യു ഫീൽ ലൈക്ക് പേപ്പർ ലെങ്തിയാണ്, ഏകദേശം സ്കൂൾ ഓഫ് ടൈമിൽ തന്നെ വായിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ലെങ്തി ആവും എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, കാരണം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറയാണ്, മാർക്ക് കുറവാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ലെങ്തിയാ തോന്നുകയാണെങ്കിൽ ഫാക്ട് ഒഴിവാക്കുക, കാരണം ഫാക്ട് നിങ്ങളായിട്ട് ഒരു സ്വയം വാല്യൂ അഡീഷൻ ഒന്നും ചെയ്യുന്നില്ല, ക്വസ്റ്റ്യനിൽ തന്ന സെയിം സാധനം റിപ്പീറ്റ് ചെയ്യണം. ബട്ട് പോസിബിൾ ആണെങ്കിൽ എഴുതുക. ആദ്യം നമ്മൾ പ്രൊവിഷൻ എഴുതി, ഫാക്റ്റിൽ ക്വസ്റ്റ്യൻ്റെ സമ്മർ എഴുതി, ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ അനാലിസിസ് പാർട്ട്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ കൺക്ലൂഷൻ, വിച്ച് രണ്ടും ചിലപ്പോൾ ഒറ്റ സെൻറ്റൻസ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ, ഒറ്റ സെൻറ്റൻസ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ സെപ്പറേറ്റ് പാരഗ്രാഫ് ഉണ്ട്, അനാലിസിസ് കൺക്ലൂഷൻ സെപ്പറേറ്റ് പാരഗ്രാഫ് എഴുതുക. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഇവാലുവേറ്റേഴ്സ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ICA റിലീസ് ചെയ്യണ പോയിൻറ്റ്സിൽ, അല്ലെങ്കിൽ ഇപ്രാവശ്യം ICA ഒരു വെബിനാർ കണ്ടക്ട് ചെയ്തിരുന്നു, എന്തൊക്കെയാണ് അടുത്ത എക്സാം ശ്രദ്ധിക്കണം എന്നുള്ളത്. അതിലൊക്കെ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സിൽ പെട്ട സംഭവമാണ്. സ്റ്റെപ്സ് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവില്ല, വേർബൈ നിങ്ങൾ മാർക്ക് മിസ് ചെയ്യും. ഓരോ സ്റ്റെപ്സിനും അലോക്കേറ്റഡ് മാർക്സ് നിങ്ങൾ വെരിഫൈഡ് സർട്ടിഫൈഡ് കോപ്പീസിൽ നോക്കുകയാണെങ്കിൽ അതിലും ഉണ്ടാവും. സ്റ്റെപ്സിന് അവർ കറക്റ്റായിട്ട് മാർക്സ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പ്രാക്ടിക്കൽ പേപ്പേഴ്സിലും ഇമ്പോർട്ടൻ്റ് ആണ്, തിയറിയിലും ഇമ്പോർട്ടൻ്റ് ആണ്. അനദർ ആസ്പെക്ട് ഈസ് വെൻ യു റൈറ്റ് അബൌട്ട് കൺക്ലൂഷൻ. പല സ്റ്റുഡൻസിലും പ്രൊവിഷൻ ഏരിയ അവർ സ്ട്രോങ് ആട്ടോ, നിയമം എന്താ പറഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം, ക്വസ്റ്റ്യൻ അവർക്ക് മനസ്സിലായും ചെയ്തു. പക്ഷേ കൺക്ലൂഷൻ എഴുതാനുള്ള പാരഗ്രാഫ് എത്തുമ്പോഴേക്കും അവർ തന്നെ ഒരു സെൽഫ് ഡൗട്ട്, ഇത് കറക്റ്റ് ആണോ എന്നുള്ള രീതിയിൽ പലരും ചിലപ്പോൾ കൺക്ലൂഷൻ സ്കിപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു വേഗായിട്ട് അങ്ങനെയില്ല. ബി കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ കൺക്ലൂഷൻ. അതൊക്കെ എങ്ങനെ ബിൽഡ് ചെയ്യുക, അത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെയാണ് ബിൽഡ് ആവുക. പക്ഷേ മേക്ക് ഷുവർ നിങ്ങൾ കൺക്ലൂഷൻ കൊടുത്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. വേറൊരു ട്രെൻഡ് കണ്ടിട്ടുള്ളത്, ചില സമയത്ത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവും, നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്,
അപ്പോൾ അതിൻ്റെ ഒരു പോപ്പുലർ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സ്മോൾ കമ്പനിയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആ സ്മോൾ കമ്പനിയുടെ ലിമിറ്റ്സ് ഒന്നും ക്രോസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് സ്മോൾ കമ്പനി ആവണം. ഓക്കെ, പക്ഷേ ഹോൾഡിംഗ് സബ്സിഡറി എന്നുള്ള ക്രൈറ്റീരിയയിൽ അത് സ്മോൾ കമ്പനി ആവില്ല. അതിൽ ട്വിസ്റ്റ് അതല്ല കേട്ടോ. അതിൽ കൺക്ലൂഷൻ ഏരിയ നിങ്ങൾ കെയർഫുള്ളി വായിക്കുകയാണെങ്കിൽ CS പറഞ്ഞത് ശരിയാണോ എന്നാണ് കൺക്ലൂഷനിൽ അവർ ചോദിക്കുന്നത്. വിച്ച് പലപ്പോഴും ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിൽ എനിക്കിതൊക്കെ അറിയാം, നല്ല അടിപൊളിയായിട്ട് പ്രൊവിഷൻ എഴുതി ഫാക്ട് എഴുതി അനാലിസിസ് എഴുതി കൺക്ലൂഷനിൽ ഇത് സ്മോൾ കമ്പനി അല്ല എന്ന് എഴുതി കൊടുത്തിട്ട്, ബിക്കോസ് ഐ നോ ദി പ്രൊവിഷൻ, ഐ നോ ദി എക്സംഷൻ ഓൾസോ, ഐ എം വെരി എക്സൈറ്റഡ്. സ്മോൾ കമ്പനി അല്ല എന്നുള്ളതല്ലായിരുന്നു അവർ കൺക്ലൂഷൻ്റെ റിക്വയർമെൻറ്റ്. അവർ കൺക്ലൂഷൻ റിക്വയർമെൻറ്റ് വാസ്, അവിടെ ഡയറക്ടേഴ്സ് പറഞ്ഞ് സ്മോളിൻ്റെ സ്റ്റേറ്റസ് കിട്ടും, CS പറഞ്ഞ് സ്മോളിൻ്റെ സ്റ്റേറ്റസ് കിട്ടില്ല. CS പറഞ്ഞ് ശരിയാണോ തെറ്റാണോ നമ്മൾ മെൻഷൻ ചെയ്യുന്ന വേണം, എന്നാലേ നമുക്ക് ആ കൺക്ലൂഷൻ അലോട്ട് ചെയ്തിട്ടുള്ള ഫുൾ മാർക്സ് നമുക്ക് കിട്ടുള്ളൂ. ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. And last, try maximum short forms ഒഴിവാക്കാൻ. ROC, MOA, AOA ഇതൊക്കെ നമ്മൾ നല്ല പ്രാക്ടീസ് എന്ന രീതിയിൽ പണ്ട് ഫുൾ എഴുതുക എന്ന് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. പക്ഷേ അഗെയിൻ ലൈക്ക് ഐ സെഡ്, ഇപ്പോൾ ചാലഞ്ചിങ് വരുന്നുണ്ട്. ഇഫ് നമുക്കത് അതിൻ്റെ ഫുൾ രീതിയിൽ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നമുക്ക് മാർക്ക് മിസ്സാവാനുള്ള ചാൻസ് നമ്മളവിടെ കുറക്കുകയാണല്ലോ. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇനി ഫുൾ എഴുതാൻ പറ്റില്ലെങ്കിൽ രജിസ്ട്രാർ എന്നെഴുതുക. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഹാവ് സീൻ പേപ്പേഴ്സ്, റാങ്ക് ഹോൾഡേഴ്സിൻ്റെ വെരിഫൈഡ് കോപ്പീസ് വെർബൈ അവർ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്തിട്ടുണ്ട്. തല്ലിപ്പൊളി ഹാൻഡ് റൈറ്റിംഗ് ആണ്. പക്ഷേ എന്താ വെച്ചാൽ ആദ്യത്തെ ആൻസർ കാണുമ്പോൾ തല്ലിപ്പൊളി ഹാൻഡ് റൈറ്റിംഗ്, ഫുള്ള് ഷോർട്ട് ഫോംസ്, ഓക്കെ. ബട്ട് രണ്ടാമത്തെ ആൻസർ, മൂന്നാമത്തെ ആൻസർ, നാലാമത്തെ ആൻസർ, അതൊക്കെ അത്രയും ആൻസേഴ്സ് വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൻസറിലുള്ള കോണ്ടന്റ് കാരണം വിൽ ബി ലൈക്ക് എടാ ദിസ് ഗൈ ഈസ് എ ജീനിയസ് ആൻഡ് വിൽ ബി ലൈക്ക് മാർക്സ് കൊടുക്കാൻ തോന്നിപ്പോകും ഓട്ടോമാറ്റിക്കലി. മാർക്സ് കൊടുക്കൽ മാത്രമല്ല, ആൾ പേഴ്സണലി ഒന്ന് മീറ്റ് ചെയ്തൊന്ന് കെട്ടിപ്പിടിച്ച ഒരു അവാർഡ് വരെ കൊടുക്കാൻ തോന്നിപ്പോകും. അങ്ങനത്തെ ആൻസർ ഷീറ്റ്സ് നമ്മളെ കേസിൽ നമ്മൾ വേറെ എങ്ങനെയൊക്കെ ട്രൈ ചെയ്താൽ അവിടെ ഇവിടെയൊക്കെ കുറേ മിസ്സിങ് ഫാക്ടേഴ്സ് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വന്നേക്കാം, നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഷോർട്ട് ഫോംസ് അവോയ്ഡ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം. സോ ദിസ് ആർ സർട്ടൻ ഫാക്ടേഴ്സ്. ബിസൈഡ്സ് ഓൾ ദിസ്, ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞ ഓരോ റെഫറൻസ് കൊടുത്ത വീഡിയോൻ്റെ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്റ്റീവിൽ പ്രൊവൈഡ് ചെയ്യാം. ബിസൈഡ്സ് ദാറ്റ് ഞാനൊരു ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. ലോൻ്റെ ഫൗണ്ടേഷനുണ്ട്, ഇൻ്റർമീഡിയറ്റിനുണ്ട്, വെർബൈ എൻ്റെ ഇതുവരെ ഞാൻ ബാച്ച് എടുത്ത സ്റ്റുഡൻസ് അതിലുണ്ട്. അതിന് പുറമെ സ്റ്റുഡൻസ് അല്ലാത്ത പ്ലസ് ഓൺലൈൻ സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇഫ് യു ജോയിൻ ഇൻ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. വൺ തിങ്. അനദർ തിങ്, ബാക്കിയുള്ള സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട്സ് ഞാനതിൽ ഷെയർ ചെയ്യും. എൻ്റെ റിപ്ലൈ വോയിസ് ക്ലിപ്പായിട്ട് ഷെയർ ചെയ്തിട്ട് ഞാനതിൽ ടോപ്പിക്കും ടാഗ് ചെയ്തിടും. ഇത് ഏതാ ടോപ്പിക്ക് എന്നുള്ളത് മെൻഷൻ ചെയ്യും, സെക്ഷൻ നമ്പറും ടോപ്പിക്കും. സോ ദാറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ജസ്റ്റ് സെർച്ച് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റെസ്പെക്റ്റീവ് ടോപ്പിക്ക് കിട്ടും. ആൻഡ് ഇറ്റ് ഇസ് ഗോയിങ് ടു ആക്ട് ആസ് എ റിവിഷൻ ആസ് വെൽ. നിങ്ങൾ മറ്റ് സബ്ജക്ട്സ് പഠിക്കുന്നതിൻ്റെ ഇടയിലും ഡെയിലി കുറച്ച് ഈ ഡൗട്ടിൻ്റെ ക്ലിപ്സ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൻ്റെ റിവിഷൻ പോലും ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആണെന്നുള്ള മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ട്. സോ ഇൻഷാല്ലാ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. ദാറ്റ്സ് ഇറ്റ്. Do your best, inshallah.